അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5-ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡേസി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6 വ്യാഴാഴ്ച. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം. ഇന്നലെ ആശ്രാമത്തെ സീതാറാം യെച്ചൂരി നഗറിൽ സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പതാക ഉയർത്തി. ഇന്ന് രാവിലെ 9 മണിയോടെ മുതിർന്ന നേതാവ് AK ബാലൻ പതാക ഉയർത്തും. തുടർന്ന് PB അംഗം പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ 530 പ്രതിനിധികൾ പങ്കെടുക്കും. ഉച്ചയ്ക്കു ശേഷം പ്രവർത്തന റിപ്പോർട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിക്കും. ഇതോടൊപ്പം നവകേരള നയരേഖ മുഖ്യമന്ത്രിയും അവതരിപ്പിക്കും. സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപം ഉൾപ്പെടെ ആകർഷിക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങളടക്കം ചേർന്നാണ് നയരേഖ. മധുരയിൽ ഏപ്രിൽ 2 മുതൽ 6 വരെ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ഇന്നു മുതൽ 9 വരെയാണ് സംസ്ഥാന സമ്മേളനം. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകളിൽ UGCയെ കക്ഷി ചേർക്കാനുള്ള സുപ്രധാന തീരുമാനമെടുത്ത് ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച്. റാഗിംഗ് കേസുകൾ പരിഗണിക്കാനായി രൂപീകരിച്ച പ്രത്യേക ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് നിർണായക തീരുമാനം. റാഗിംഗ് നിരോധന നിയമപ്രകാരം സംസ്ഥാനത്തെ കോളേജുകളിൽ പ്രത്യേക നിയമങ്ങൾ രൂപീകരിക്കണമെന്നും സർക്കാരിനും പ്രവർത്തന ഗ്രൂപ്പ് രൂപീകരിക്കാമെന്നും പ്രത്യേക ബെഞ്ച് നിർദ്ദേശിച്ചു. മതനിരപേക്ഷ കക്ഷികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവില്ലെന്ന BJPയുടെ പല്ലവി ഏറ്റുപാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ RSS പ്രചാരക് ആക്കണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. BJPയെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പോലും നാക്കു പൊന്താത്ത മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെയാണ് വളഞ്ഞിട്ടാക്രമിക്കുന്നതെന്ന് സുധാകരൻ കുറ്റപ്പെടുത്തി. SFIക്കെതിരെ പരോക്ഷ പരിഹാസവുമായി G സുധാകരന്റെ കവിത. യുവതയിലെ കുന്തവും കൊടച്ചക്രവും എന്ന പേരിലാണ് സുധാകരൻ കവിത എഴുതിയിരിക്കുന്നത്. ഞാൻ നടന്നു പഠിച്ച വിപ്ലവ കലാസ്ഥാപനം കുറ്റക്കാരാൽ നിറയാൻ തുടങ്ങുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിങ്ങനെ നേരായി വായിക്കാൻ ക്ഷമയില്ലാത്തവർ എന്നാണ് കവിതയിലൂടെ സുധാകരൻ പറയുന്നത്. SFI സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ G സുധാകരനെ പരിഹസിച്ച് SFI നേതാവ് AA അക്ഷയ് രംഗത്തെത്തിയിരുന്നു. ഈ മണ്ണിൽ ഇനിയും അനേകായിരങ്ങൾ പുതിയ നേതൃത്വവുമായി ജനിക്കും. ഇത് തനിക്ക് ശേഷം ആരും വേണ്ട എന്ന മർക്കട മുഷ്ടി ചുരുട്ടിയ നേതാവിന് മുൻപിൽ സമർപ്പിക്കുന്നു എന്നായിരുന്നു അക്ഷയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനു പിന്നാലെയാണ് സുധാകരന്റെ കവിത പുറത്തുവരുന്നത്. ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണച്ചും CITU നേതാവ് KN ഗോപിനാഥിന്റെ ഉമ്മ കൊടുത്തോ പരാമർശത്തെ വിമർശിച്ചും വടകര MP ഷാഫി പറമ്പിൽ. മനസാക്ഷിയുള്ളവർക്ക് ആശാ വർക്കർമാർക്ക് ഉമ്മ കൊടുക്കാൻ തോന്നുമെന്ന് പറഞ്ഞ ഷാഫി, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ അമ്മയെ പരിപാലിച്ചു തുടങ്ങുന്നവരാണ് ആശാ വർക്കർമാരെന്നും ചൂണ്ടിക്കാണിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് കുട മാത്രമാണോ ഇനി ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ലെന്ന് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന്റെ അധിക്ഷേപത്തിനായിരുന്നു ഷാഫിയുടെ മറുപടി. വാളയാർ കേസിൽ സുപ്രധാന നീക്കവുമായി CBI കോടതിയിൽ. മരിച്ച പെൺകുട്ടികളുടെ അമ്മയെയും ഇളയ പെൺകുട്ടിയുടെ അച്ഛനും മൂത്ത കുട്ടിയുടെ രണ്ടാനച്ഛനുമായ വ്യക്തിയെയും കേസിൽ പ്രതി ചേർക്കണമെന്ന് CBI വിചാരണ കോടതിയിൽ ആവശ്യപ്പെട്ടു. വാളയാറിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് CBIയുടെ കണ്ടെത്തൽ. ആകെയുള്ള 9 കേസുകളിൽ 6 എണ്ണത്തിൽ അമ്മയെയും അച്ഛനെയും പ്രതി ചേർത്തതായി CBI കോടതിയെ അറിയിച്ചു. പാലിയേറ്റീവ് പരിചരണം സാർവത്രികമാക്കുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സാർവത്രിക പാലിയേറ്റീവ് കെയർ സേവനത്തിനായി തയ്യാറാക്കിയ 1ാം ഘട്ട പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്ത് അന്തിമ രൂപമാക്കി. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മെറ്റ കമ്പനിയിൽ നിന്ന് വിവരങ്ങൾ തേടി അന്വേഷണ സംഘം. സംഘർഷം ആസൂത്രണം ചെയ്ത ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനായാണ് നീക്കം. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിലെത്തിയ അന്വേഷണ സംഘം മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പരിശോധിച്ചു. സൈബർ പോലീസ് ഉൾപ്പെടുന്ന അന്വേഷണ സംഘം താമരശ്ശേരിയിലെ ഷഹബാസിന്റെ വീട്ടിലെത്തി പരിശോധനയും നടത്തി. ഷഹബാസിന്റെ ഫോൺ ഉൾപ്പെടെ സംഘം പരിശോധിച്ചു.
അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8 തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാനതല പരിപാടികൾ സംഘടിപ്പിക്കും. പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മാർച്ച് 8 വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്രയും മികവും പ്രകടമാക്കിയ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് വനിതാ രത്ന പുരസ്കാരവും നൽകും. കണ്ണൂർ കരിക്കോട്ടക്കരിയിൽ നിന്ന് മയക്കുവെടി വെച്ച പിടികൂടിയ കുട്ടിയാന ചരിഞ്ഞു. ജനവാസ മേഖലയിലിറങ്ങിയ കുട്ടിയാനയെ ഇന്നലെ വൈകിട്ട് വെറ്ററിനറി ഡോക്ടർ അജീഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലാണ് മയക്കുവെടി വെച്ച് പിടികൂടിയത്. ആനയുടെ താടിയെല്ലിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആന പന്നിപ്പടക്കം കടിച്ചതാണ് മുറിവിന് കാരണമെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. ആനയുടെ അന്നനാളത്തിന് ഉൾപ്പെടെ ഗുരുതര പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. തീറ്റയോ വെള്ളമോ എടുക്കാൻ ആവാത്ത സ്ഥിതിയായിരുന്നു. പടക്കം പൊട്ടിയതിന്റെ ആഘാതത്തിൽ പല്ലും നാക്കും ഉൾപ്പെടെ തകർന്നിരുന്നു. ബസ് റൂട്ട് പെർമിറ്റ് മാറ്റാൻ കൈക്കൂലിയായി മദ്യവും പണവും ആവശ്യപ്പെട്ട കേസിൽ എറണാകുളം മുൻ RTO ജേഴ്സന് ജാമ്യം. കേസിലെ മറ്റു 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചു. ജേഴ്സന്റെ റിമാൻഡ് കാലാവധി തീരാനിരിക്കെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. നേരത്തെ കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജേഴ്സൺ എറണാകുളം RTO ആയിരിക്കെയാണ് ബസ് റൂട്ട് പെർമിറ്റ് മാറ്റാൻ കൈക്കൂലിയായി പണവും മദ്യവും ആവശ്യപ്പെട്ടത്. 10 വർഷം മുൻപ് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ ഇൻഷുറൻസ് ക്ലെയിം അനുവദിക്കാത്ത കമ്പനിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ. അവകാശികൾക്ക് ക്ലെയിം അനുവദിക്കുന്ന കാര്യത്തിൽ കമ്പനി 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. വിഴിഞ്ഞം കടപ്പുറത്തു നിന്നും 2014 നവംബർ 16 കടലിൽ പോയ പള്ളിത്തുറ പുരയിടത്തിൽ ബിജുവിനെയാണ് കാണാതായത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ 207 വായ്പകളിലായി 3.85 കോടി രൂപ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക്. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട ആളുകളിൽ കേരള ബാങ്കിന്റെ ചൂരൽമല മേപ്പാടി ശാഖകളിൽ വായ്പ ഉള്ളവരുടെ വായ്പ എഴുതിത്തള്ളുന്നതിന്റെ ഭാഗമായാണ് നടപടി. കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികൾ നായ്ക്കുരണ പൊടി എറിഞ്ഞ സംഭവത്തിൽ അധ്യാപകർക്കെതിരെ നടപടി. 3 അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുകയും ഒരാളെ സ്ഥലം മാറ്റുകയും ചെയ്തു. PS ശ്രീകാന്ത്, ജിഷ ജോസഫ്, NS ദീപ എന്നിവരെയാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. അധ്യാപികയായ RS രാജിയെയാണ് സ്ഥലം മാറ്റിയത്. തിരുവനന്തപുരം നാവായിക്കുളത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ഗ്രീഷ്മ G ഗിരീഷിനെയാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കല്ലമ്പലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പാലക്കാട് അട്ടപ്പാടിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന അച്ഛനെ മക്കൾ കൊലപ്പെടുത്തി. അഗളി ഒസത്തിയൂരിലെ ഈശ്വരനെയാണ് മക്കളായ രാജേഷും രഞ്ജിത്തും അടിച്ചു കൊലപ്പെടുത്തിയത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് അഗളി പോലീസ് എത്തി ഇവരെ പിടികൂടിയത്. മക്കൾ മദ്യലഹരിയിലായിരുന്നു. കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും 2 പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. തൊടുപുഴ സ്വദേശി ചേരിയിൽ വലിയ പറമ്പിൽ നോബി ലൂക്കോസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. നിലവിൽ കേസിൽ നോബി മാത്രമാണ് പ്രതി. കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുകയാണ്. കേരളത്തിൽ പലയിടങ്ങളിലും സാധാരണയേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാമെന്ന് മുന്നറിയിപ്പ്. ഇതിനൊപ്പം തന്നെ അൾട്രാ വയലറ്റ് രശ്മികളെ സൂക്ഷിക്കണമെന്ന പ്രത്യേക അറിയിപ്പും ഉണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയായേക്കും. പാലക്കാട് ഇന്നലെ 38.3 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. UAE-യിൽ 2 മലയാളികളുടെ വധശിക്ഷ നടപ്പാക്കി.
കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട മുഹമ്മദ് റിനാഷ് എ, മുരളീധരൻ PV എന്നിവരുടെ വധശിക്ഷയാണ് UAE നടപ്പാക്കിയത്. UAE പൌരനെ വധിച്ചെന്നായിരുന്നു മുഹമ്മദ് റിനാഷിനെതിരെയുള്ള കേസ്. മുരളീധരൻ ഇന്ത്യൻ പൌരനെ വധിച്ചതിനാണ് വിചാരണ നേരിട്ടത്. സാധ്യമായ എല്ലാ നിയമസഹായവും നൽകിയിരുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കന്നഡ യുവനടി രമ്യ റാവുവിന്റെ അറസ്റ്റിന് പിന്നാലെ മകളുമായി മാസങ്ങളായി ബന്ധമില്ലെന്ന പ്രതികരണവുമായി കർണാടക DGP കെ രാമചന്ദ്ര റാവു. കേസിൽ നിന്ന് സ്വയം അകലം പാലിക്കുന്നുവെന്നാണ് മാധ്യമങ്ങളോട് കർണാടക DGP പ്രതികരിച്ചത്. നിലവിലെ സംഭവം വലിയ അപമാനവും ഞെട്ടലും നിരാശയും ഉണ്ടാക്കുന്ന ഒന്നാണെന്നും അദ്ദേഹം വിശദമാക്കി. 1850 പവൻ സ്വർണമാണ് യുവനടിയിൽ നിന്ന് DRI പിടികൂടിയത്. 12 കോടിയിലേറെ വില വരുന്ന സ്വർണമാണ് യുവനടി കടത്തിക്കൊണ്ടുവന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ നടി രമ്യ റാവുവിനെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയത് ഏറെ ദിവസത്തെ നിരീക്ഷണത്തിനു ശേഷം. നടിയുടെ അടിക്കടിയുള്ള വിദേശയാത്രകളാണ് DRI സംഘത്തിന് സംശയമുണ്ടാക്കിയത്. 15 ദിവസത്തിനിടെ 4 തവണയാണ് നടി ദുബായ് യാത്ര നടത്തിയത്. ഇതിനൊപ്പം എല്ലാ യാത്രയിലും നടി ഒരേ വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്നും സംശയത്തിന് കാരണമായി. നടിയുടെ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് DRIക്ക് ചില രഹസ്യ വിവരങ്ങളും ലഭിച്ചിരുന്നു. CISFന്റെ 56ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ കിഴക്കൻ കടൽ തീരങ്ങൾ ചുറ്റി സഞ്ചരിക്കുന്ന 6553 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൈക്കിൾ റാലി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഫ്ളാഗ് ഓഫ് ചെയ്യും. 14 സ്ത്രീകൾ ഉൾപ്പെടെ 125 സൈക്ലിസ്റ്റുകളാണ് പങ്കെടുക്കുന്നത്. മാർച്ച് 7-ന് ഗുജറാത്തിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും ഒരേ സമയം സൈക്ലോത്തോൺ ആരംഭിക്കും. 25 ദിവസത്തെ പരിപാടിയിൽ 11 സംസ്ഥാനങ്ങളിലൂടെ റാലി സഞ്ചരിക്കും. ദില്ലി മുൻ മുഖ്യമന്ത്രിയും AAP ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ധ്യാനത്തിൽ. ഇന്നലെ തുടങ്ങിയ ധ്യാനം മാർച്ച് 15-ന് അവസാനിക്കും. പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ ആനന്ദ്ഘട്ടിലെ ധമ്മ-ധജ വിപാസന കേന്ദ്രത്തിലാണ് ധ്യാനം. അതേസമയം സുരക്ഷാ വാഹനങ്ങൾ, ആംബുലൻസ്, ഫയർ എഞ്ചിൻ തുടങ്ങി ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കെജ്രിവാൾ പഞ്ചാബിലെത്തിയതെന്നും പൊതുജനത്തിന്റെ പണം പഞ്ചാബ് സർക്കാർ കെജ്രിവാളിന്റെ ധ്യാനത്തിനായി ധൂർത്തടിക്കുകയാണെന്നും BJP ദില്ലി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ കുറ്റപ്പെടുത്തി. ദില്ലി അംബേദ്കർ സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിജയം. 45 സീറ്റിൽ 24 സീറ്റും വിജയിച്ച SFI സർവകലാശാല യൂണിയൻ ഭരണവും പിടിച്ചെടുത്തു. 6 വർഷത്തിനു ശേഷം സർവകലാശാലയിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് SFI അധികാരം പിടിച്ചെടുത്തത്. അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയ്ക്ക് വൻ കുതിപ്പ്. US, ചൈന, ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് പിന്നിൽ 4ാം സ്ഥാനത്താണ് സമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ആഗോള കൺസൾട്ടിംഗ് സ്ഥാപനമായ നൈറ്റ് ഫ്രാങ്ക് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് പുതിയ കണക്കുകളുള്ളത്. ഇന്ത്യയിൽ 85,698 അതിസമ്പന്നർ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ആഗോളതലത്തിൽ അതിസമ്പന്നരുടെ എണ്ണത്തിൽ 2024-ൽ 4.4% വർധനയാണ് ഉള്ളത്. USലാണ് ഏറ്റവും കൂടുതൽ അതിസമ്പന്നരുള്ളത്. 9,05,413 ലക്ഷം പേർ. ആകെയുള്ള അതിസമ്പന്നരുടെ 38.7% USലാണ്. ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക അടുത്ത മാസം മുതൽ പരസ്പര തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തുന്നുവെന്ന ആരോപണവുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. അതേസമയം കടുത്ത നടപടികൾ എടുത്തതുകൊണ്ട് അനധികൃത കുടിയേറ്റം തടയാനായെന്നും ട്രംപ് അവകാശപ്പെട്ടു. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള USലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതികരണവുമായി ചൈന. യുദ്ധമാണ് US ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാനം വരെ പോരാടാൻ തങ്ങൾ തയ്യാറാണെന്ന് ചൈന അറിയിച്ചു. വിരട്ടലും ഭീഷണിയും ചൈനയോട് വിലപ്പോവില്ലെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതികരിച്ചു. ഭക്ഷണം, ഇന്ധനം, മരുന്ന് തുടങ്ങിയവയുടെ വിതരണം ഇസ്രായേൽ നിർത്തിവച്ചതിന് പിന്നാലെ ഗാസയിൽ അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നതായി റിപ്പോർട്ട്. അവശേഷിക്കുന്ന വസ്തുക്കൾ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവർക്ക് വിതരണം ചെയ്യാനുള്ള ശ്രമത്തിലാണ് സന്നദ്ധ പ്രവർത്തകർ. ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയ്ക്ക് എതിരാളി ന്യൂസിലാൻഡ്. ഇന്നലെ നടന്ന 2ാം സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 50 റൺസിന് തകർത്താണ് ന്യൂസിലാൻഡ് ഫൈനലിലെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് രജിൻ രവീന്ദ്രയുടെയും കെയ്ൻ വില്യംസണിന്റെയും സെഞ്ചുറികളുടെ കരുത്തിൽ 50 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 362 റൺസെടുത്തു.
കൂറ്റൻ വിജയലക്ഷ്യവുമായി ക്രീസിലിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 50 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 312 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഡേവിഡ് മില്ലറുടെ അപരാജിത സെഞ്ചുറിക്കും ന്യൂസിലാൻഡിന്റെ വിജയത്തെ തടയാനായില്ല. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.